അതിരും കതിരും. മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം. ഇതിനെപ്പറ്റി ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. ആലുമൂട് 1/6/2025. പ്രിയപ്പെട്ട കാന്താരിക്കുട്ടിക്ക്, നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ. ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്തയക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും. വെളുപ്പിന് 5:30 മണിക്കാണ് സമ്മേളനം. നേരം വെളുത്താൽ മനുഷ്യരായ മനുഷ്യരൊക്കെ ചന്തയിലെത്തും. മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത്. യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും. നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത്? അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം. പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ. എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ. ഞാൻ നിന്നെ കാത്തിരിക്കും. വരാതിരിക്കരുത്. സ്നേഹാദരങ്ങളോടെ, സ്വന്തം മത്തങ്ങ, സെക്രട്ടറി, അഖില ലോക പഴം പച്ചക്കറി സഭ. അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം. അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ്. നമുക്കും ആലുമൂട് ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം. ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ, വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുമിടുക്കരായ പച്ചക്കറികളെ, ഉശിരുള്ള പഴങ്ങളെ, നമസ്കാരം. ഒന്നാം അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം ഈ ആലുമൂട് ചന്തയിൽ തന്നെ ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഭൂമിയിൽ ജീവൻ ഉണ്ടായി വന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ രൂപം കൊണ്ടത്. ആ സസ്യങ്ങളാകുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമ്മമാർ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യനു പോലും സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല. അത് അറിയുന്നത് നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാരായ സസ്യങ്ങൾക്കു മാത്രം. പ്രിയപ്പെട്ട പഴങ്ങളെ, പച്ചക്കറികളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നതു തന്നെ. അതിലാരും ദുഃഖിക്കേണ്ട. ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളുടെ തീറ്റയാകാൻ പോവുകയാണ്. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ, പച്ചക്കറികളെ, നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൻ, ആനന്ദിക്കുവിൻ. ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ്. ഞാൻ എരിവിൻ്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നുമൊക്കെ ഇവിടെ മത്തങ്ങ ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു. സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു. ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സത്യം ഈ മേശപ്പുറത്തു നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ. ലോകത്തുള്ള എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആപ്പിളിനും മുന്തിരിക്കും മാത്രമല്ല പോഷക ഗുണമുള്ളത്. പപ്പായപ്പഴത്തിനും കമ്പിളി നാരങ്ങയ്ക്കുമുണ്ട്. ഈ ചന്തയിൽ വരാൻ പോലും പേടിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ പറമ്പുകളിൽ താനേ വളരുന്ന താളിനും തകരയ്ക്കുമുണ്ട് പോഷക ഗുണം. നിങ്ങൾ അഭിമാനത്തോടെ, സ്വന്തം ഗുണങ്ങളെപ്പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്ന് യാത്രയാകുവിൻ. പ്രിയപ്പെട്ടവരെ, നേരം വല്ലാതെ വെളുത്തു. ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. എസ്. ശിവദാസ്.